നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ 4ാമത്തെ റൗണ്ടിൽ ഡിങ്ങും ഗുഗേഷും കളിച്ച ഗെയിം ഒന്ന് നോക്കാം. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ 4 റൗണ്ടുകൾ സമാപിക്കുമ്പോൾ 2 പോയിൻ്റ് വീതം പങ്കിട്ടുകൊണ്ട് തുല്യത പാലിക്കുന്നു. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. നൈറ്റ് F3, പോൺ D5, പോൺ E3, നൈറ്റ് F6. ഓപ്പണിങ്ങിൽ E3 എന്ന ഒരു നീക്കത്തോടു കൂടി E4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ബ്ലാക്കിന് സ്വന്തമാക്കുവാൻ സാധിക്കുന്നുണ്ട്. E4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം മിഡിൽ ഗെയിമിലും എൻഡ് ഗെയിമിലും സ്വന്തമാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ബ്ലാക്കിന് വളരെയധികം ഗുണം ചെയ്യും. പോൺ B3 എന്ന നീക്കം നടത്തുമ്പോൾ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിന് B2 അല്ലെങ്കിൽ A3 എന്നീ നീക്കങ്ങൾ നടത്തുവാൻ സാധിക്കുന്നു. B2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള നല്ല ഒരു സ്ക്വയർ സ്വന്തമാക്കുവാൻ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിന് സാധിക്കും. ബിഷപ്പ് F5, E4 എന്ന സ്ക്വയർ ബിഷപ്പ് ഉപയോഗിച്ചുകൂടി നിയന്ത്രിക്കുന്നു. ബിഷപ്പ് E2 വളരെ പെട്ടെന്ന് തന്നെ കാസലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ബിഷപ്പ് E2 എന്ന നീക്കം നടത്തുന്നു. പോൺ H6, വൈറ്റിൻ്റെ ബിഷപ്പിന് H7 എന്ന നീക്കം നടത്തുവാനുള്ള ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുന്നു. കാരണം നൈറ്റ് H4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുവാനുള്ള ഒരു സാധ്യത ഈ പൊസിഷനിൽ കൂടുതലാണ്. ബിഷപ്പ് A3 E7-ലിരിക്കുന്ന പോണിനെ പിൻ ചെയ്യുന്നു. പോൺ ഉപയോഗിച്ച് E6 എന്ന ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പ് ടേക്സ് F8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡ് കാസലിംഗ് മുടക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് D7, നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിന് ഒരു സംരക്ഷണം നൽകുന്നു. കിങ് സൈഡ് കാസലിംഗ്, വളരെ പെട്ടെന്ന് തന്നെ കാസലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സുരക്ഷിതമാക്കുന്നു. പോൺ E6, ബിഷപ്പ് ടേക്സ് F8, നൈറ്റ് ടേക്സ് F8, പോൺ C4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം D ടേക്സ് C4 എന്ന ഒരു നീക്കം നടത്തുകയാണെങ്കിൽ D5-ലിരിക്കുന്ന പോണിൽ നിന്നും E4 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. NF D7, നൈറ്റ് C3. വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും എല്ലാ മൈനർ പീസുകളും വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. കാസ്ലിംഗ് ഇപ്പോൾ ചെസ് ബോർഡിൽ വളരെ സേഫായ ഒരു പൊസിഷനാണ് ബ്ലാക്കിനും വൈറ്റിനും ഉള്ളത്. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് D3, E4 എന്നീ സ്ക്വയറുകൾ നിയന്ത്രിക്കുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വൈറ്റിൻ്റെ ക്യൂൻ QC1, QB2 എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് റൂക്കുകളെ പരസ്പരം കണക്ട് ചെയ്യുകയാണെങ്കിൽ ക്യൂനിന് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള ഡാർക്ക് ഡയഗണൽ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. C ടേക്സ് D5, E ടേക്സ് D5, പോൺ B4 എന്ന നീക്കം നടത്തുന്നതിൻ്റെ ലക്ഷ്യം പോൺ B5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ B5 എന്ന നീക്കത്തെ തടസ്സപ്പെടുത്തുകയും A6, B6 എന്നീ സ്ക്വയറുകൾ പോൺ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പോൺ C6, D4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. നൈറ്റ് D4, നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് H7, ബിഷപ്പിനെ വളരെ സുരക്ഷിതമായ ഒരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്നു. ക്യൂൻ B3, റൂക്കുകൾ പരസ്പരം കണക്ട് ചെയ്യുകയും B4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. നൈറ്റ് E5, പോൺ A4, വൈറ്റ് ക്യൂൻ സൈഡിലൂടെ ഒരു ആക്രമണം നടത്തുവാനുള്ള ശ്രമം നടത്തുന്നു. റൂക്ക് C8, പോൺ A5, പോൺ B6, നൈറ്റ് F3,
നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് ടേക്സ് F3 ചെക്ക്. ബിഷപ്പ് ടേക്സ് F3. ഈ ഒരു ഗെയിമിൽ ബ്ലാക്കും വൈറ്റും ഒരു വിജയമുണ്ടാക്കുന്നതിന് പകരം ഒരു സമനില ഉണ്ടാക്കുവാനാണ് കൂടുതൽ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ പീസുകളെയും ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഇല്ലാത്ത ഈ ഒരു പൊസിഷനിൽ എല്ലാ പീസുകളെയും സമനിലയിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പൊസിഷന്റെ ക്യൂൺ സൈഡിൽ ബ്ലാക്കിന്റെ പോൺ സ്ട്രക്ചർ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്യൂൺ സൈഡിലൂടെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ബ്ലാക്കിന്റെ ക്യൂൺ സൈഡിൽ 2 പോണുകൾക്കെതിരെ 4 പോണുകളാണ് ബ്ലാക്കിനുള്ളത്. അത് ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിനെ സഹായിക്കും. പോൺ D4. ഇപ്പോൾ E ടേക്സ് D4 എന്ന നീക്കം വൈറ്റിന് നടത്തുവാൻ സാധിക്കില്ല. കാരണം E ടേക്സ് D4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ക്യൂൺ ടേക്സ് D4 എന്ന നീക്കം നടക്കുകയും അതിനുശേഷം D2വിലിരിക്കുന്ന വൈറ്റിന്റെ പോൺ ഒരു ഐസൊലേറ്റഡ് പോണായി മാറുകയും ആ പോൺ ഭാവിയിൽ നഷ്ടപ്പെടുകയും ചെയ്യും. നൈറ്റ് E2. നൈറ്റ് ഉപയോഗിച്ച് D4ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. D ടേക്സ് E3. D ടേക്സ് E3. D ടേക്സ് E3 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിനും വൈറ്റിനും തുല്യ പോണുകളാണെങ്കിൽ പോലും ബ്ലാക്കിന് ക്യൂൺ സൈഡിൽ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. ബിഷപ്പ് E4. ബിഷപ്പ് ഉപയോഗിച്ച് F3യിലിരിക്കുന്ന ബിഷപ്പിനെ ആക്രമിക്കുന്നു. റൂക്ക് FD1. റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ E7. ഈ ഒരു പൊസിഷനിൽ QE7 എന്ന നീക്കത്തിന് പകരം QC7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂൻ സൈഡിലൂടെ ഒരു ആക്രമണം നടത്തിക്കൊണ്ട് ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നുവെങ്കിൽ ബ്ലാക്കിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. ബിഷപ്പ് ടേക്സ് E4. നൈറ്റ് ടേക്സ് E4. ഓപ്പണിംഗ് മുതൽ E4 എന്ന സ്ക്വയർ വീക്ക് സ്ക്വയർ ആയിരുന്നു. ഈ ഒരു വീക്ക് സ്ക്വയർ ഫോക്കസ് ചെയ്തായിരുന്നു ഗുഗേഷ് നീക്കങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് നൈറ്റ് D4 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ഒരു നൈറ്റിനെ E4 എന്ന സ്ക്വയറിലെത്തിക്കുവാൻ ഗുഗേഷിന് സാധിച്ചിരിക്കുന്നു. A ടേക്സ് B6. A ടേക്സ് B6. ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഓരോ പോണുകൾ വീതം നഷ്ടപ്പെടുമ്പോൾ ക്യൂൻ സൈഡിൽ ബ്ലാക്കിന് ഒരു പാസ് പോൺ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. നൈറ്റ് C3. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്ത് ഇരിക്കുന്ന ബ്ലാക്കിൻ്റെ നൈറ്റ് വളരെയധികം അപകടകാരിയാണ്. റൂക്ക് FD8. നൈറ്റ് ടേക്സ് E4. ക്യൂൺ ടേക്സ് E4. ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും എല്ലാ മൈനർ പീസുകളും ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. പോൺ H3. ഒരു ബാക്ക് റാങ്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനിലായിരുന്നു ഇതുവരെയും വൈറ്റിൻ്റെ കിങ് ഇരുന്നത്. റൂക്കുകളെ മുൻപിലോട്ട് നീക്കം നടത്തണമെന്നുണ്ടെങ്കിൽ കിങ്ങിന് ഒരു കീ സ്ക്വയർ ഉണ്ടാക്കൽ നിർബന്ധമായിരുന്നു. പോൺ C5. റൂക്ക് ടേക്സ് D8 ചെക്ക്. റൂക്ക് ടേക്സ് D8. B ടേക്സ് C5. B ടേക്സ് C5. C5-ൽ വളരെ ശക്തമായ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. റൂക്ക് C1. റൂക്ക് ഉപയോഗിച്ച് പോണിനെ ആക്രമിക്കുന്നു. ക്യൂൻ E5. പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. ക്യൂൻ C2. ഈ ഒരു പൊസിഷനിൽ ക്യൂൻ ഉപയോഗിച്ച് ഒരു കാരണവശാലും C5-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ വൈറ്റിന് സാധിക്കില്ല. ക്യൂൻ ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ റൂക്ക് D1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുകയും വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ക്യൂനിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും വൈറ്റിന് ക്യൂൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. റൂക്ക് D5. പോൺ G3. പോൺ F5. കിങ് G2. കിങ് H7. ക്യൂൻ C4. ക്യൂൻ D6. ബ്ലാക്കിന് ഒരു പാസ് പോൺ ഉണ്ടെങ്കിൽ പോലും
ക്യൂനും റൂക്കും ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായി പോണിൻ്റെ C4 എന്ന നീക്കം നടത്തുന്നത് ബ്ലോക്ക് ചെയ്യുന്നു. പോൺ E4, റൂക്ക് E5, E takes F5, റൂക്ക് takes F5, ക്യൂൻ E4. ക്യൂൻ ഉപയോഗിച്ച് റൂക്കിനെ പിന്നിങ്ങിലാക്കുന്നു. ക്യൂൻ D5. ക്യൂൻ D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ ക്യൂവിനെ പിന്നിങ്ങിലാക്കുകയും നിർബന്ധമായും ഒരു ക്യൂൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ക്യൂൻ ടേക്സ് D5, റൂക്ക് ടേക്സ് D5. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിനോ വൈറ്റിനോ പ്രത്യേകിച്ച് മുൻതൂക്കം ഒന്നും തന്നെ ഇല്ല. കളി തുടങ്ങുന്ന സമയം മുതൽ ബ്ലാക്കും വൈറ്റും നാലാമത്തെ റൗണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുക എന്ന മാനസികാവസ്ഥയിൽ ആയിരുന്നു നീക്കങ്ങൾ നടത്തിയിരുന്നത്. കിങ് F3, ക്യൂൻ G6, കിങ് E4, റൂക്ക് D4 ചെക്ക്, കിങ് E3, റൂക്ക് D5, കിങ് E4, റൂക്ക് D4 ചെക്ക്, കിങ് E3, റൂക്ക് D5, കിങ് E4, റൂക്ക് D4 ചെക്ക്. ഈ ഒരു ഗെയിം ഒരു പെർപ്പച്വൽ ചെക്കിലൂടെ ഒരു സമനില ഉണ്ടാക്കിയെടുക്കുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.